ഗുഡ് ഈവനിങ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സ്ട്രെയിറ്റ് ലൈൻസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനകത്ത് നമ്മൾ എന്താ പഠിച്ചത്? കുറച്ച് കാര്യങ്ങൾ പഠിച്ചു. നമ്മൾ പഠിച്ചൊരു പുതിയ കോൺസെപ്റ്റ് ആണ് സ്ലോപ്പ് ഓഫ് എ ലൈൻ. വിമലിന് കാണാൻ പറ്റുന്നുണ്ടോ? വിമലിന് കാണാൻ പറ്റുന്നുണ്ടോ? വിമൽ പറയൂ. കാണാൻ പറ്റുന്നുണ്ടോ? ബോർഡ് കാണാൻ പറ്റുന്നുണ്ടോ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച പുതിയൊരു കോൺസെപ്റ്റ് ആണ് സ്ലോപ്പ് ഓഫ് എ ലൈൻ. എന്താണ് ഒരു ലൈനിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത്? അപ്പൊ സപ്പോസ് ഇത് നമ്മുടെ എക്സ് വൈ ആക്സിസ് ആണ്. ഇതൊരു ലൈൻ എൽ ആണ്. ഓക്കെ, ഒരു ലൈൻ എൽ ആണ്. ഈ ലൈൻ എൽ നമ്മുടെ പോസിറ്റീവ് എക്സ് ആക്സിസുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ തീറ്റ എന്ന് വിചാരിക്കും. നമ്മുടെ ലൈൻ എൽ നമ്മുടെ പോസിറ്റീവ് എക്സ് ആക്സിസുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ തീറ്റയാണ്. ഓക്കെ, ഈ തീറ്റയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻക്ലിനേഷൻ ഓഫ് എൽ എന്ന് പറയുന്നത്. ഇൻക്ലിനേഷൻ എന്താണ്? ഇൻക്ലിനേഷൻ ഓഫ് ലൈൻ എൽ. ഓക്കെ, ഇനി സ്ലോപ്പ് ഓഫ് എ ലൈൻ. ഒരു ലൈൻ്റെ സ്ലോപ്പ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് സ്മോൾ ലെറ്റർ എം വെച്ചിട്ടാണ്. ഓക്കെ, സ്ലോപ്പ് ഓഫ് എ ലൈൻ ഇസ് റെപ്രസെന്റഡ് ബൈ ദ ലെറ്റർ സ്മോൾ ലെറ്റർ എം. രണ്ട് ഇക്വേഷൻസ് പഠിക്കാനുണ്ട്. ഫസ്റ്റ് ഇക്വേഷൻ എം ഈക്വൽ ടാൻ തീറ്റ. അതായത് ഇവിടെ തീറ്റ നമുക്ക് അറിയാന്നുണ്ടെങ്കിൽ ടാൻ തീറ്റ എന്ന് പറയുന്നത് എന്തായിരിക്കും? സ്ലോപ്പ് ആയിരിക്കും. ഓക്കെ, ഇനി ഇത് തീറ്റ അറിയാന്നുണ്ടെങ്കിൽ സ്ലോപ്പ് കണ്ടുപിടിക്കാനായിട്ടുള്ള ഇക്വേഷൻ. ഇനി സപ്പോസ് രണ്ട് പോയിന്റ്സ്, ഈ ലൈൻ പാസ് ചെയ്യുന്ന രണ്ട് പോയിന്റ്സ് നമുക്ക് തന്നിട്ടുണ്ട്. ഫസ്റ്റ് പോയിന്റ് ബി x1, y1 ആൻഡ് സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് x2, y2. ഓക്കെ, അങ്ങനെയാണെങ്കിൽ സ്ലോപ്പ് കണ്ടുപിടിക്കാനായിട്ടുള്ള ഇക്വേഷൻ ആണ് y2 മൈനസ് y1 ഡിവൈഡഡ് ബൈ x2 മൈനസ് x1. ഈ ഇക്വേഷൻസ് രണ്ടൊന്ന് എഴുതി വെച്ചേ. കഴിഞ്ഞോ വിമൽ? കഴിഞ്ഞോ? കഴിയുമ്പോ പറയണോട്ടാ. കഴിഞ്ഞു. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ എഴുതിക്കോളാം. ഫൈൻഡ് ദ സ്ലോപ്പ് ഓഫ് ദ ലൈൻ. ഫൈൻഡ് ദ സ്ലോപ്പ് ഓഫ് ദ ലൈൻ. Find the slope of the line passing through the points. Passing through the points 3, -2, 3, -2 and -1, 4. Find the slope of the line passing through the points 3, -2 and -1, 4. സോ നമുക്ക് രണ്ട് പോയിന്റ്സ് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ രണ്ട് ഇക്വേഷൻസ് ആണ് പഠിച്ചത് സ്ലോപ്പ് കണ്ടുപിടിക്കാനായിട്ട്.
സ്ലോപ്പ് കണ്ടുപിടിക്കാനായിട്ട് രണ്ട് ഇക്വേഷൻസ് ആണ് പഠിച്ചത്. ഏതൊക്കെയാ രണ്ട് ഇക്വേഷൻസ്? ഒന്ന് എം ഇസ് ഈക്വൽ ടു ടാൻ തീറ്റ, രണ്ടാമത്തെ ഏതാ എം ഇസ് ഈക്വൽ ടു y2 മൈനസ് y1 ഡിവൈഡഡ് ബൈ x2 മൈനസ് x1. ഈ രണ്ട് ഇക്വേഷൻസ് ആണ് നമ്മൾ പഠിച്ചത്. അപ്പൊ ഇവിടെ ഏത് ഇക്വേഷനാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്? ഏത് ഇക്വേഷനാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്? പറയ്. m is equal to y2 minus y1 divided by x2 minus x1. അപ്പൊ ഫസ്റ്റ് പോയിന്റിന് നമുക്ക് x1 y1 എന്ന് വിളിക്കാം, സെക്കൻഡ് പോയിന്റിന് നമുക്ക് x2 y2 എന്ന് വിളിക്കാം. സോ വിച്ച് is equal to 4 minus minus 2 divided by minus 1 minus 3, which is equal to 4 plus 2 by minus 4, 6 by minus 4, which is equal to 3 by minus 2. This is the answer. 3 by minus 2. കിട്ടിയോ? കഴിഞ്ഞോ? കഴിഞ്ഞോ? Next question. Find the slope of the line passing through the point 3, minus 2 and 3, 4. 3, minus 2 and 3, 4. ഒന്ന് ചെയ്തേ. കിട്ടിയോ? ആൻസർ കിട്ടിയോ? മൈക്ക എത്ര കിട്ടിയേ? നോട്ട് ഡിഫൈൻഡ് ആണോ കിട്ടിയേ? ആ ഓക്കെ. എം എന്ന് പറയുന്നത് y2 മൈനസ് y1, അതായത് 4 മൈനസ് മൈനസ് 2 ഡിവൈഡഡ് ബൈ 3 മൈനസ് 3, ദാറ്റ് 6 by 0 എന്ന് കിട്ടും അല്ലേ, which is not defined. ഓക്കെ, ഇവിടെ സ്ലോപ്പ് നോട്ട് ഡിഫൈൻഡ് ആണ്. ഇനി എക്സസൈസ് 9.1 എടുത്തേ. എക്സസൈസ് 9.1 ക്വസ്റ്റ്യൻ നമ്പർ 5.
Find the slope of a line which passes through the origin and the midpoint of the line segment joining the points P 0 minus 4 and B 8 0. So what is the question? We have to find the slope of a line. അല്ലെ, ഒരു ലൈനിന്റെ സ്ലോപ്പ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അത് പാസ് ചെയ്യുന്ന ഒരു പോയിന്റ് ഒറിജിൻ ആണ്, അല്ലെ, ഒരു പോയിന്റ് ഒറിജിൻ ആണ്. സോ നമ്മുടെ ഫസ്റ്റ് പോയിന്റ്, അതായത് x1 y1 എന്ന് പറയുന്ന ആരാ, ഒറിജിൻ ആണ്. ആൻഡ് the midpoint of the line segment joining the points P 0 minus 4 and B 8 0. പിന്നെ ഏത് പോയിന്റിലൂടെയാണ് പാസ് ചെയ്യുന്നത്? പി ബിയുടെ മിഡ് പോയിന്റിലൂടെ. ആ പോയിന്റ് ഏതാണെന്ന് നമുക്ക് തന്നിട്ടില്ല. അപ്പൊ x2 y2 എന്ന് പറയുന്നത് ആരാ? മിഡ് പോയിന്റ് ഓഫ് പി ബി, വേർ പി എന്ന് പറയുന്ന ആരാ? 0 മൈനസ് 4 ആൻഡ് ബി എന്ന് പറയുന്ന ആരാ? 8 0. സോ ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോ നമുക്കിവിടെ രണ്ട് പോയിന്റ്സ് ഉണ്ടെങ്കിലാണ് സ്ലോപ്പ് കണ്ടുപിടിക്കാനായിട്ട് പറ്റുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് തീറ്റ തരണം. ഇവിടെ തീറ്റ തന്നിട്ടില്ല, ഒരു പോയിന്റ് തന്നിട്ടുണ്ട്. പിന്നെ അടുത്ത പോയിന്റ് ഏതാണെന്നാ പറഞ്ഞേക്കുന്നത്? പി ബിയുടെ മിഡ് പോയിന്റ് ആണെന്നാ പറഞ്ഞേക്കുന്നത്. അപ്പൊ ആ മിഡ് പോയിന്റ് നമുക്ക് ആദ്യം കണ്ടുപിടിക്കണം. നമുക്കറിയാലോ മിഡ് പോയിന്റ് കണ്ടുപിടിക്കാനായിട്ടുള്ള ഇക്വേഷൻ എന്താ? x1 plus x2 by 2 y1 plus y2 by 2. അതായത് നമുക്ക് തന്നിരിക്കുന്ന രണ്ട് പോയിന്റ്സിന്റെയും x കോർഡിനേറ്റ് തമ്മിൽ ആഡ് ചെയ്യുക, ഡിവൈഡഡ് ബൈ 2. അതേപോലെ തന്നെ y കോർഡിനേറ്റ് തമ്മിൽ ആഡ് ചെയ്യുക, ഡിവൈഡഡ് ബൈ 2. So 0 plus 8 by 2 minus 4 plus 0 by 2 which is equal to 4 minus 2. അപ്പൊ ഇതാണ് നമ്മുടെ x2 y2. ഇനി നമുക്ക് സ്ലോപ്പ് കണ്ടുപിടിക്കാമല്ലോ. സ്ലോപ്പ് is equal to y2 minus y1 divided by x2 minus x1 which is equal to minus 2 minus 0 divided by 4 minus 0 which is equal to minus 2 by 4 which is equal to minus 1 by 2. Minus 1 by 2 is the answer. കഴിഞ്ഞോ? 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 Next question. Question number 6. Without using the Pythagoras theorem, show that the points 4, 4, 3, 5 and -1 are the vertices of a right angle triangle. So 3 vertices are given here, 4, 4, 3, 5 and -1 are the vertices of a right angle triangle. അപ്പോൾ നമ്മൾ പഠിച്ച വേറൊരു പ്രോപ്പർട്ടി ആണ്, രണ്ട് ലൈൻസ് പെർപെൻഡിക്കുലർ ആണെങ്കിൽ, ഇപ്പൊ സപ്പോസ് L1 എന്ന് പറയുന്ന ലൈനിന്റെ സ്ലോപ്പ് M1 ആണ്, L2 ന്റെ സ്ലോപ്പ് M2 ആണ്. L1
പെർപെൻഡിക്കുലാർ ടു L2 ആണെങ്കിൽ M1 M2 എന്ന് പറയുന്നത് -1 ആയിരിക്കും. ഇതൊരു പ്രോപ്പർട്ടിയാണ്. രണ്ട് ലൈൻസ് പെർപെൻഡിക്കുലർ ആണെന്നുണ്ടെങ്കിൽ അവരുടെ സ്ലോപ്പിന്റെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് എന്തിനോട് ഈക്വൽ ആയിരിക്കും? -1 ഈക്വൽ ആയിരിക്കും. കിട്ടിയോ? അപ്പോ നമുക്കിവിടെ പ്രൂവ് ചെയ്യേണ്ട എന്താ? നമുക്കിത് റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ഒക്കെ തന്നെ എടുക്കാം. ABC 4 4 3 5 -1 അപ്പോ നമുക്ക് തന്നിരിക്കുന്ന വേർട്ടിസസ് ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാംഗിളിന്റെ വേർട്ടിസസ് ആണെന്ന് നമ്മൾ കാണിക്കണം വിത്തൗട്ട് യൂസിങ് പൈതഗോറസ് തിയറം. പൈതഗോറസ് തിയറം യൂസ് ചെയ്യാണ്ട് നമ്മൾ കാണിക്കണം ഈ തന്നിരിക്കുന്ന വേർട്ടിസസ് റൈറ്റ് ആംഗിൾ ട്രയാംഗിളിന്റെ വേർട്ടിസസ് ആണെന്ന്. വിമൽ ഇത് എഴുതിയിട്ടില്ലല്ലോ, ഇത് എഴുതി വെച്ചു, നോട്ട് ചെയ്ത് വെച്ചു, സൈഡിൽ വല്ല നോട്ട് ചെയ്ത് വെച്ചു. എഴുതിയോ? ഇനി നമുക്ക് ഈ ഓരോ സൈഡ്സിന്റെയും സ്ലോപ്പ് കണ്ടുപിടിക്കാം. സ്ലോപ്പ് ഓഫ് എ ബി. ഞാൻ സ്ലോപ്പ് ഓഫ് എ ബിനെ M1 എന്ന് വിളിക്കുകയാണ്. M1 എത്രയാ? ഇക്വേഷൻ എഴുതാം. y2 - y1 ഡിവൈഡഡ് ബൈ x2 - x1 which is equal to എന്താ? 3 - 4 എത്രയാ? -1 ഡിവൈഡഡ് ബൈ 5 - 4 1. 3 - 4 divided by 5 - 4 which is equal to -1/1 which is equal to -1. So we got slope of AB equal -1. Next slope of BC. ഞാൻ M2 എന്ന് വിളിക്കുകയാണ് which is equal to -1 - 3 by -1 - 5 which is equal to -4 by -6 which is equal to 2/3. So we got slope of BC 2/3 ആണെന്ന് കിട്ടി. ഇനി അടുത്തത് ഏതാ? സ്ലോപ്പ് ഓഫ് AC M3 which is equal to -1 - 4 divided by -1 - 4 that is -5 by -1 which is equal to 1. ഇവിടെ നോക്കിയേ, M1 -1 എന്ന് കിട്ടി, M2 2/3 എന്ന് കിട്ടി, M3 1 എന്ന് കിട്ടി. ഇവിടെ എനിക്ക് പറയാലോ M1 M3 എന്ന് പറയുന്നത് -1 × 1 which is equal to -1 ആണ്. M1 M3 എന്ന് പറയുന്നത് എന്താ? പ്രൊഡക്റ്റ് എന്താ? -1 ആണ്. therefore നമുക്ക് എന്ത് പറയാം? AB perpendicular to AC ആണ്. therefore these vertices, these points are vertices of a right angled triangle. ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ വേർട്ടിസസ് ആണ്. നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. എഴുതിക്കോ.
ബാക്കിയുള്ളവരൊക്കെ എക്സാം ആണ്. ഇന്നാണോ സ്റ്റാർട്ട് ചെയ്തത്? വേറെ നന്ദന മാത്രമേ ഉള്ളൂ, കെ വി അല്ലാണ്ട്? വിമലും നന്ദനയും വിമലും അജയ് അല്ലേ? കഴിഞ്ഞോ വിമൽ? ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 7. അജയ് ഇന്നലെ ഉണ്ടായിരുന്നോ? ആബ്സെന്റ് ആണല്ലേ അജയ്? ഇപ്പൊ ബുക്ക് എടുക്ക. ടെക്സ്റ്റ് ബുക്ക് ഉണ്ടോ കയ്യില്? ഇല്ല. പിന്നെയാണ്. Question number 7. Find the slope of the line which makes an angle of 30 degree with the positive direction of y-axis measured anti-clockwise. ഇവിടെ നമുക്ക് ആംഗിൾ തന്നേക്കുന്നത്. ഓക്കെ, നോക്കാം. സോ ഇതാണ് നമ്മുടെ XY ആക്സിസ്. ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്? ഫൈൻഡ് ദി സ്ലോപ്പ് ഓഫ് ദ ലൈൻ വിച്ച് മേക്സ് ആൻ ആംഗിൾ ഓഫ് 30 ഡിഗ്രി വിത്ത് ദ പോസിറ്റീവ് ഡയറക്ഷൻ ഓഫ് y ആക്സിസ്. y ആക്സിസിന്റെ പോസിറ്റീവ് ഡയറക്ഷൻ ആയിട്ട് 30 ഡിഗ്രി മേക്ക് ചെയ്യുന്ന ലൈനാണ്. സോ ഇതാണ് നമ്മുടെ y ആക്സിസ്. y ആക്സിസിന്റെ പോസിറ്റീവ് ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ്. സോ ഇതുമായിട്ട് 30 degree with the positive direction of y axis measured anti-clockwise. Clockwise അല്ല, anti-clockwise ആണ്. സോ ഇതാണ് നമ്മുടെ ആംഗിൾ എന്ന് പറയുന്നത്. ഈ ആംഗിൾ 30 ഡിഗ്രി ആണെന്നാണ് പറഞ്ഞേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ സ്ലോപ്പ് ഓഫ് ദ ലൈൻ എന്താണ്? എങ്ങനെ കണ്ടുപിടിക്കും? പറഞ്ഞേ. സ്ലോപ്പ് എന്തായിരിക്കും? സ്ലോപ്പ് ഇവിടെ നമുക്ക് ആംഗിൾ വന്നേക്കുന്നത്. അപ്പൊ നമ്മൾ ഏത് ഇക്വേഷനെ യൂസ് ചെയ്യണ്ടേ? കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചല്ലേ, 2 ഇക്വേഷൻസ് പഠിച്ചു സ്ലോപ്പ് കണ്ടുപിടിക്കാനായിട്ട്. ഒന്ന് m is equal to tan theta. ആംഗിൾ തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഇക്വേഷനാ യൂസ് ചെയ്യണ്ടേ? ഓക്കെ, tan theta. അപ്പൊ ഇവിടെയും നമ്മൾ യൂസ് ചെയ്യേണ്ട ഇക്വേഷൻ ഏതാ? tan theta. പക്ഷെ തീറ്റ എന്താന്നാ പഠിച്ചേ? എക്സ് ആക്സിസുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ ആണ് തീറ്റ എന്ന് പറയണേ. ഇവിടെ നോക്കി, എക്സ് ആക്സിസുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയാ? ഇവിടെ നിന്നാണ് 30 ഡിഗ്രി. ഇവിടെ ഓൾറെഡി അപ്പൊ എത്രയുണ്ട്? ഒരു 90 ഡിഗ്രി ഉണ്ട് ഇല്ലേ? സോ ടോട്ടൽ എത്രയാ? 120 ഡിഗ്രി അല്ലേ? സോ സ്ലോപ്പ് എത്രയാ? tan 120 ഡിഗ്രി. ഇതെങ്ങനെ ചെയ്യാം? tan 120 ഡിഗ്രി അങ്ങനെ വേണേൽ ചെയ്യാം. tan 180 മൈനസ് 60 എഴുതാൻ പാടില്ലേ? 180 മൈനസ് 60, ഇതാണ് 180 ഡിഗ്രി. ഇതിന് 60 കുറയുക. അപ്പൊ ഏത് ക്വാഡ്രന്റിലാ? സെക്കൻഡ് ക്വാഡ്രന്റിലാണ്. ഇവിടെ ASTC ആണ്. ഇവിടെ എന്താ? tan നെഗറ്റീവ് ആണ് അല്ലേ? സോ ആൻസർ നെഗറ്റീവ് tan 60 which is equal. tan 60യുടെ വാല്യൂ എത്രയാണ്? √3. സോ മൈനസ് √3. ഇതാണ് ആൻസർ. സ്ലോപ്പ് എഴുതിക്കോ. മനസ്സിലായില്ല. അതായത് ഇപ്പൊ ഒരു ക്വാഡ്രന്റിന്റെ ടോട്ടൽ ആംഗിൾ 90 ഡിഗ്രി അല്ലേ? 90 മൈനസ് 30 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 60 കിട്ടുമല്ലോ. 60 ഈ സെക്കൻഡ് ക്വാഡ്രന്റിലുള്ള സ്പേസിൽ ടോട്ടൽ ഇത് തന്നെ വരുമല്ലോ. എനിക്ക് മനസ്സിലായില്ല. ഞാൻ വന്നിട്ടാണ്. അതെ, ഇവിടെ തീറ്റ എന്ന് പറയുന്നത്, നമ്മുടെ ഇക്വേഷനിലുള്ള തീറ്റ എന്ന് പറയുന്നത് പോസിറ്റീവ് എക്സ് ആക്സിസുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ ആണ് ഇൻ ആന്റി ക്ലോക്ക് വൈസ് ഡിറക്ഷൻ. അതാണ്. ഇല്ല, ഇട്ട് കൊടുക്കാം. ഇല്ല, ഇട്ട് കൊടുക്കാൻ പറ്റില്ല. ആൻസർ ഇപ്പൊ ഈ കേസിൽ കിട്ടുന്നതാണ്. മനസ്സിലായി? ശരിക്കും തീറ്റ എന്ന് പറയുന്നത് പോസിറ്റീവ് എക്സ് ആക്സിസുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ ആണ് when it is measured in anti clockwise direction. അതാണ് ശരിക്കും തീറ്റ ഇവിടെ ഉദ്ദേശിക്കുന്ന തീറ്റ എന്ന് പറയുന്നത്. പക്ഷെ നമുക്ക് ക്വസ്റ്റിനിൽ തന്നിരിക്കുന്ന തീറ്റ അതല്ല. സോ വി ഹാവ് ടു കൺവേർട്ട് ഇറ്റ് ടു ദ തീറ്റ ദാറ്റ് വി റിക്വയർഡ്. നമുക്ക് വേണ്ട തീറ്റയിലോട്ട് മാറ്റണം. കിട്ടിയോ?
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് കഴിഞ്ഞ ക്വസ്റ്റ്യൻ നമ്പർ 8. Without using distance formula, show that the points -2, -1, 4, 0, 3, 3 and -3, 2 are the vertices of a parallelogram. സോ ഈ നമുക്ക് എന്താ ഈ വേർട്ടിസസ് തന്നിട്ടുണ്ട്, ഇതെന്താന്ന് കാണിക്കണം, ഒരു പാരലോഗ്രാമിന്റെ വേർട്ടിസസ് ആണെന്ന് കാണിക്കണം. ഡിസ്റ്റൻസ് ഫോർമുല യൂസ് ചെയ്യാൻ പാടില്ല. അപ്പൊ എങ്ങനെ ചെയ്യും? അത് വേണ്ട. ഇവിടെ നമ്മൾ ഇവിടെ ഈ ചാപ്റ്ററിൽ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ യൂസ് ചെയ്താൽ മതി. ഓക്കെ. അപ്പോൾ ഈ ചാപ്റ്ററിൽ നമ്മൾ സ്ലോപ്പ് അല്ലേ പഠിച്ചേക്കുന്നത്. അപ്പൊ സ്ലോപ്പ് വെച്ചിട്ട് എങ്ങനെ പറയാം? ഓപ്പോസിറ്റ് സൈഡ്സ് പാരൽ ആണെന്ന് പറഞ്ഞാൽ പോരെ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചല്ലോ പാരൽ ആണെങ്കിലുള്ള കണ്ടീഷൻ എന്താ? രണ്ട് ലൈൻസ് പാരലൽ ആണെങ്കിൽ ഇഫ് L1 ആൻഡ് L2 ആർ പാരലൽ ആണെങ്കിൽ ദെൻ സ്ലോപ്പ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. Then slope of L1 will be equal to slope of L2. L1 ന്റെയും L2 ന്റെയും സ്ലോപ്പ് ഈക്വൽ ആയിരിക്കും. ഇത് സൈഡിൽ എഴുതി വെച്ചോ. എഴുതിയോ? ഇനി സ്ലോപ്പ് ഓഫ് എ ബിയും സ്ലോപ്പ് ഓഫ് സി ഡിയും ഒന്ന് കണ്ടുപിടിച്ചേ. വിമല ഇത് എഴുതി കഴിഞ്ഞോ? ഇനി നിങ്ങൾ ചെയ്യേണ്ടത് സ്ലോപ്പ് ഓഫ് എ ബിയും കണ്ടുപിടിക്കുക, സ്ലോപ്പ് ഓഫ് സി ഡിയും കണ്ടുപിടിക്കുക. ഒന്ന് കണ്ടുപിടിച്ചേ. സ്ലോപ്പ് ഓഫ് എ ബി, സ്ലോപ്പ് ഓഫ് സി ഡി, രണ്ടൊന്ന് കണ്ടുപിടിച്ചേ. എന്തോ സ്ലോപ്പ് എങ്ങനെയാ കണ്ടുപിടിക്കണ്ടെന്നോ? ഉണ്ടായിരുന്നില്ലേ കഴിഞ്ഞ ക്ലാസ് ഉണ്ടായിരുന്നു. കഴിഞ്ഞ ക്ലാസ്സിലാണ്. സപ്പോസ് നമുക്ക് രണ്ട് പോയിന്റ്സ് ഉണ്ട്. ഇപ്പൊ എ ബി എന്ന് പറയുന്ന ഒരു ലൈൻ സെഗ്മെന്റിൽ രണ്ട് പോയിന്റ്സ് ആണ്, x1 y1 അതേപോലെ തന്നെ x2 y2. അങ്ങനെയാണെങ്കിൽ സ്ലോപ്പ് കണ്ടുപിടിക്കാനായിട്ടുള്ള ഇക്വേഷൻ ആണ് y2 മൈനസ് y1 ഡിവൈഡഡ് ബൈ x2 മൈനസ് x1. ഇതാണ് ഇക്വേഷൻ. അപ്പൊ ഇവിടെ എ ബിയുടെ അല്ലേ നമുക്ക് കണ്ടുപിടിക്കണ്ടേ. അപ്പോൾ എന് നമുക്ക് x1 y1 ആയിട്ട് എടുക്കാം, ബിനെ x2 y2 ആയിട്ട് എടുക്കാം. ചെയ്തോ?
ഫ്രാക്ഷൻ -6 -3 ആണ്. രണ്ടും നെഗറ്റീവ് ആണെങ്കിൽ ആഡ് ചെയ്തിട്ട് നെഗറ്റീവ് സൈൻ കൊടുക്കാം. കിട്ടിയോ? സ്ലോപ്പ് ഓഫ് എ ബി എത്രയാ കിട്ടിയേ? 0 -1 divided by 4 -2 which is equal to 1/6. ഇനി സ്ലോപ്പ് ഓഫ് സി ഡി എത്രയാ കിട്ടിയേ? 3 -3 divided by 3 -2. അത് കുഴപ്പമില്ലല്ലോ. 3 -3 divided by 3 -2. ഓക്കെ സി ഡി -3 മൈനസ് ശരിയാ. 3 -2 divided by 3 -3. ഓക്കെ y കോർഡിനേറ്റ് ആദ്യം divided by 3 -3 which is equal to 1/6. 2 -1/6 ആണോ കിട്ടിയത്? അത് കുഴപ്പമില്ല. എവിടെ കാണിച്ച? ഇവിടെ -6 വരത്തില്ലേ? -3 -3 എന്ന് പറഞ്ഞാൽ -6 വരത്തില്ലേ? അപ്പൊ രണ്ടും ക്യാൻസൽ ആയി പോകും. ഇവിടെ അങ്ങനെ തന്നെയാണ് കിട്ടിയത്. ഇവിടെ അതേപോലെ തന്നെ. ഓക്കെ ആയില്ലേ? അപ്പൊ സ്ലോപ്പ് ഓഫ് എ ബിയും സ്ലോപ്പ് ഓഫ് സി ഡിയും ഈക്വൽ ആയിട്ടല്ലേ കിട്ടിയേ? Therefore here slope of AB equal slope of CD. അപ്പൊ നമുക്ക് എന്ത് പറയാം? സ്ലോപ്പ് ഈക്വൽ ആണെങ്കിൽ എന്ത് പറയാം? AB പാരലൽ ടു CD. അപ്പോ AB പാരലൽ ടു CD എന്ന് കിട്ടി. ഇനി നമുക്ക് ഈ രണ്ട് സൈഡ്സും കൂടി ഉണ്ട്, ബി സിയും എ ഡിയും. അപ്പൊ സ്ലോപ്പ് ഓഫ് ബി സി കണ്ടുപിടിക്കുക. സ്ലോപ്പ് ഓഫ് ബി സിയും കണ്ടുപിടിക്കണം, സ്ലോപ്പ് ഓഫ് എ ഡിയും കണ്ടുപിടിക്കണം.
ഡിഫറെന്റ് ആണോ കിട്ടിയ? സ്ലോപ്പ് ഓഫ് ബി സി 3 minus 0 divided by 3 minus 4. എത്രയാ? 3 by minus 1 which is equal to minus 3. Slope of AD 2 minus minus 1 divided by minus 3 minus minus 2 which is equal to 3 by minus 1 which is equal to minus 2. Minus 3 ആണല്ലോ. വിമലിന് എന്താ കിട്ടിയ സ്ലോപ്പ്? പോയോ? രണ്ടും -3 അല്ലേ കിട്ടിയത്? അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? Therefore AD parallel to BC. നമുക്കിപ്പോ എന്തൊക്കെ കിട്ടി? AB parallel to CD എന്നും കിട്ടി, AD parallel to BC എന്നും കിട്ടി. That is opposite sides are parallel അല്ലേ? Opposite sides are parallel. Therefore നമുക്ക് എന്ത് പറയാം? ABCD is a parallelogram. എഴുതിക്കോ. കംപ്ലീറ്റ് ചെയ്തോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 9. Find the angle between the x-axis and the line joining the points 3 minus 1 and 4 minus 2. അപ്പോൾ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? We have to find the angle between the x-axis and the line joining the points 3 minus 1 and 4 minus 2. നമ്മുടെ ലൈൻ ജോയിൻ ചെയ്യുന്ന ലൈനിലെ രണ്ട് പോയിന്റ്സ് ആണ് 3 minus 1 and 4 minus 2. അപ്പോൾ ഈ ലൈൻ എക്സ് ആക്സിസുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലെ? അപ്പൊ അതിന് എന്ത് ചെയ്താൽ മതി? നമുക്കറിയാലോ ടാൻ തീറ്റ എന്ന് പറയുന്നത് സ്ലോപ്പ് ആയിരിക്കില്ലേ? അപ്പൊ ഈ ലൈനിന്റെ സ്ലോപ്പ് കണ്ടുപിടിച്ചാൽ മതിയല്ലോ. എന്താണ് സ്ലോപ്പ്? സ്ലോപ്പ് ഓഫ് ദ ലൈൻ പറഞ്ഞേ. പറ. y2 മൈനസ് y1 ബൈ x2 മൈനസ് x1. എന്താണ് y2? -2 minus -1 divided by 4 minus 3 which equal -1 by 1 which is equal to -1. അപ്പൊ നമുക്ക് കിട്ടി സ്ലോപ്പ് എന്ന് പറയുന്നത് -1 ആണ്. ഇനി നമുക്കറിയാം സ്ലോപ്പ് എന്ന് പറയുന്നത് എന്താണ്? ടാൻ തീറ്റയാണ് അല്ലേ? സോ ടാൻ തീറ്റ ഈക്വൽ -1. ടാൻ തീറ്റയ്ക്ക് എപ്പോഴാണ് -1 വാല്യൂ വരുന്നത്? ടാനിന് എപ്പോഴാണ് 1 വരുന്ന വാല്യൂ? പറ. ടാൻ 45 ടാൻ 45 ആണ് 1. ഇനി എപ്പോഴേക്കാ ടാൻ നെഗറ്റീവ് വരാ? ASTC. ഇവിടെയും ഇവിടെയും മാത്രമേ ടാൻ പോസിറ്റീവ് ആകുള്ളൂ. ഈ രണ്ട് ക്വാഡ്രന്റില് ടാൻ നെഗറ്റീവ് ആണ്. അപ്പൊ ഇവിടെ ടാൻ നെഗറ്റീവ് ആണല്ലോ. ഇതെന്ന് പറഞ്ഞാൽ ഏത് ക്വാഡ്രന്റാ? സെക്കൻഡ് ക്വാഡ്രന്റ് π/2 പ്ലസ് എക്സ്. അതായത് ടാൻ π/2 പ്ലസ് എക്സ് എന്ന് പറയുന്നത് എന്താ? π/2 അല്ല, tan 45. tan π minus x equal minus tan x.
അപ്പൊ ഇവിടെ ഈ സെക്കൻഡ് ക്വാഡ്രന്റിലാണ് ടാൻ എന്തായിട്ടുള്ളത്, നെഗറ്റീവ് ആയിട്ടുള്ളത്. അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ ഏത് ക്വാഡ്രന്റ്? 5 - 6 അല്ലേ? ഇത് 180 അല്ലേ? ഇത് 180 അല്ലേ? 180 - 6 എന്നാണ് ഈ ക്വാഡ്രന്റ് അല്ലെ? അപ്പൊ എക്സ് എന്താ ഇവിടെ? ടാൻ 45 അല്ലെ? സോ ടാൻ 180 - 45. 180 - 45 എന്താ? 135. അപ്പൊ നമുക്കറിയാം ടാൻ 135 ആണ് ഈക്വൽ -1. സോ ഇവിടുത്തെ ആംഗിൾ എന്താ? therefore തീറ്റ ഈക്വൽ 135 ഡിഗ്രി. കിട്ടിയോ? എഴുതിക്കാം. വിമൽ എന്താ ക്യാമറ ഓഫ് ചെയ്തേ? എന്താണ്? അല്ല, നമ്മൾ ഇവിടെ നിന്ന് എടുക്കുന്നത് 0 ആണ്. ഇത് 2 0 π/2 π. പിന്നെ ഇത് കറങ്ങി ഇവിടെ വരുമ്പോൾ ഇത് 2π ആകും. ഒന്നെങ്കിൽ ഇത് 0 2π 4π അങ്ങനെ എടുക്കാം. പൈ എന്ന് പറയുന്നത് ഇതാണ് 180 ഡിഗ്രി. ഇവിടെ നിന്നല്ലേ നമ്മളിപ്പോ ഇവിടെ നിന്ന് ഇവിടം വരെ 180 ഡിഗ്രി. ആ കഴിഞ്ഞോ? നെക്സ്റ്റ് റിസൾട്ട് എഴുതുക. Let L1 and L2, capital L1, let capital L1 and capital L2 be two lines. Capital L1 and capital L2 be two lines with slopes M1 and M2, with slopes M1 and M2, and theta be the acute angle between them, and theta be the acute angle between them. Then tan theta equal modulus of M2 minus M1 divided by 1 plus M1 M2, where 1 plus M1 M2 not equal to 0. Tan theta equal M2 minus M1 divided by 1 plus M1 M2, where 1 plus M1 M2 not equal to 0. എഴുതിയോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ക്വസ്റ്റ്യൻ നമ്പർ 10. എഴുതിയില്ലായിരുന്നോ?
tan theta equal modulus of m2 minus m1 divided by 1 plus m1 m2, where 1 plus m1 m2 not equal to 0. കഴിഞ്ഞോ വിമൽ? കഴിഞ്ഞോ? Next question, question number 10. The slope of a line is double the slope of another line. അതായത് ഒരു ലൈനിന്റെ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? മറ്റേ ലൈനിന്റെ സ്ലോപ്പിന്റെ ഡബിൾ ആണ്. If the tangent of the angle between them is 1/3, find the slopes of the line. അപ്പൊ എന്തൊക്കെ തന്നിട്ടുണ്ട്? tan തീറ്റ തന്നിട്ടുണ്ട് അല്ലേ? tan തീറ്റ എത്രയാ? പറ. tan തീറ്റ 1/3 ആണ്. പിന്നെ നമ്മളോട് പറഞ്ഞേക്കുന്നത് എന്താ? ഒരു ലൈനിന്റെ സ്ലോപ്പ് മറ്റേ ലൈനിന്റെ സ്ലോപ്പിന്റെ 2 ടൈംസ് ആണ്. അപ്പോ ലെറ്റ് m1 and m, let m1 and m, let m1 and m be the slope of the two given lines such that m1 equal to m1 equal to m. ഈ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് തന്നേക്കുന്നത്. എന്തൊക്കെയാണ്? tan theta equal to 1/3, പിന്നെ m1 എന്ന് പറയുന്നത് 2m ആണ് അല്ലേ? നമുക്ക് ഇക്വേഷൻ അറിയാലോ. tan theta യുടെ ഇക്വേഷൻ എന്താ? tan theta equal modulus of പറഞ്ഞേ പറ m2 minus m1 divided by 1 plus m1 m2. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഇനി ഈ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. m2 എന്ന് പറയുന്നത് m ആയിട്ടോ എങ്ങനെ വേണേ എടുക്കാം. m2 എന്ന് പറയുന്നത് 2m ആയിട്ട് എടുത്തോ, m1 എന്ന് പറയുന്നത് m ആയിട്ട് എടുത്തോ. പറഞ്ഞു തിരിഞ്ഞു പോയാ? വലുത് m1 അല്ലേ, അപ്പൊ നമ്മുടെ m2 m1 ആയിട്ട് എടുത്തോ. ഇതിപ്പോ എങ്ങനെ തിരിഞ്ഞു പോയാലും കുഴപ്പമില്ല, കാരണം മോഡുലസ് ഉണ്ട്. ഓക്കെ, സോ ഐ എം റൈറ്റിംഗ് ദിസ് ആസ് 2m minus m divided by 1 plus 2m into m. സംശയമില്ലല്ലോ. ഒരെണ്ണം m ആണ്, രണ്ടാമത്തെ m1 ആണ് നമ്മൾ എടുത്തത്. പക്ഷെ m1 എന്തിനോട് ഈക്വലാ? 2m-നോട് ഈക്വലാ. സോ ഐ റോട്ട് ദിസ് ആസ് modulus of 2m minus m divided by 1 plus 2m into m, which is equal to modulus of m divided by 1 plus 2m square. പിന്നെ നമുക്ക് തന്നിട്ടുണ്ട് tan theta equal 1/3. ഇങ്ങനെ കിട്ടില്ലേ? ഇത്രയൊന്നും എഴുതിക്കേ. എഴുതിയോ? ഇനി നമുക്കിത് രണ്ട് കേസ് ആയിട്ട് എഴുതാം. കേസ് 1 എന്താ? 1/3 ഈക്വൽ m/1 plus 2m square. ഇതൊന്ന് സോൾവ് ചെയ്തിട്ട് എമ്മിന്റെ വാല്യൂ കണ്ടുപിടിച്ചേ. സോൾവ് ചെയ്യാ, എമ്മിന്റെ വാല്യൂ കണ്ടുപിടിക്കാം.
ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഈക്വൽ ടു താഴെ ചെയ്യണ്ട. ഇതിൻ്റെ ഇതിൻ്റെ ന്യൂമറേറ്ററിൻ്റെ അങ്ങനെയല്ല, ഇതിന് ഇപ്പത്തൊരു ഉണ്ടാ. അത് നമുക്ക് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കിട്ടും. സെക്കൻഡ് ഡിഗ്രി ഈ -3m -3m ആക്കി ഇങ്ങോട്ട് കൊണ്ടുവരാം. എന്നിട്ട് സോൾവ് ചെയ്യാം. മറ്റേ b² - 4ac വെച്ചിട്ടോ സ്പ്ലിറ്റിംഗ് മിഡിൽ ടേം മെത്തേഡ് വെച്ചിട്ടോ സോൾവ് ചെയ്യാം. അത് ശരിയാ എഴുതിയേക്കുന്നത്. അത് ശരിയാ. ഇനി ഈക്വൽ ടു 3m ഇല്ലേ, ഈ 3m ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാം. ആ എന്നിട്ട് ഈക്വൽ ടു 0 എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ ഒന്നുമില്ലല്ലോ. -3m ഈക്വൽ 0. ഇനി അത് സോൾവ് ചെയ്യാം. മറ്റേ b² - 4ac വെച്ചിട്ട് സോൾവ് ചെയ്യാം. കഴിഞ്ഞോ? കിട്ടിയ ആൻസർ കിട്ടിയോ? അപ്പോ കേസ് 1 നമുക്ക് എമ്മിന്റെ വാല്യൂസ് കിട്ടിയത് ഏതൊക്കെയാ? 1ഉം 1/2. അപ്പോ ഇഫ് എം ഇസ് ഈക്വൽ ടു 1, എം ഈക്വൽ ടു 1 ആണെങ്കിൽ m1 എന്തായിരിക്കും? m1 ഈക്വൽ 2m which is equal to 2 into 1 which is equal to 2 അല്ലേ? ഇനി if m ഈക്വൽ 1/2, m1 എന്തായിരിക്കും? 2 into 1/2 which is equal to 1. അപ്പൊ രണ്ട് വാല്യൂസ് കിട്ടി. കേസ് 1 നമുക്ക് രണ്ട് വാല്യൂസ് കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യണം? കേസ് 2 എന്താ? നിമ്മളിന് കിട്ടിയ ആൻസർ? കുഴപ്പമില്ല, ആൻസർ സെയിം ആയിരിക്കും. കിട്ടിയില്ല? ചെയ്തോ. കേസ് 2 ചെയ്യാ. ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് കേസ് 2 എന്താ? 1/3 ഈക്വൽ -m ഡിവൈഡഡ് ബൈ 1 + 2m². ഇതൊന്ന് ചെയ്ത് ഇതൊന്ന് സോൾവ് ചെയ്തിട്ട് എമ്മിന്റെ വാല്യൂസ് കണ്ടുപിടിച്ചേ. എന്താ അങ്ങനെ m equal minus b minus b. ഇതിന്
സൈൻ മാറുന്നില്ലല്ലോ. ആ കിട്ടിയോ? ഏതൊക്കെയാ ആൻസർ? -1 -1 കേട്ടോ. നോക്കാം. It is equal to 1 plus 2m square equal minus 3m. It is equal to 2m square plus 3m plus 1 equals 0. Therefore m equal minus b plus or minus root of b square minus 4 into 2 into 1 divided by 4. This is equal to minus 3 plus or minus root of 9 minus 8, 1 by 4, which is equal to minus 3 plus 1 by 4, minus 3 minus 1 by 4, which is equal to minus 2 by 4, which is equal to minus 4 by 4, which is equal to minus 1 by 2, minus 1. Alle? Minus 1 by 2, minus 1. So, if m equal minus 1 by 2, m1 എന്തായിരിക്കും? 2m അല്ലേ? 2 into minus 1 by 2, which is equal to minus 1. If m equal minus 1, m1 equal 2 into minus 1, which is equal to minus 2. കിട്ടുന്നുണ്ടോ വിമൽ? Next question number 11. റബ്ബ് ചെയ്തോട്ടെ? റബ്ബ് ചെയ്തോട്ടെ? A line passes through x1, y1 and h, k. If the slope of the line is m, show that k minus y1 equal m into h minus x1. ഇതെങ്ങനെ പ്രൂവ് ചെയ്യും? സ്ലോപ്പ് കണ്ടുപിടിക്കാം. 2 പോയിന്റ്സ് വന്നിട്ടുണ്ടല്ലോ. When the m is equal to പറഞ്ഞേ k minus y1 divided by h minus x1. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തേ. m into h minus x1 equal k minus y1. ഇത് തന്നെയല്ലേ? ഇത്രയേ ഉള്ളൂ. ഹെൻസ് പ്രൂവ്ഡ്. എഴുതിക്കോ. കഴിഞ്ഞോ? നെക്സ്റ്റ് ഹെഡിങ് വേരിയസ് ഫോംസ് ഓഫ് ദി ഇക്വേഷൻ ഓഫ് എ ലൈൻ. വേരിയസ് ഫോംസ്. ഇത് കഴിഞ്ഞില്ലേ വിമൽ?
കഴിഞ്ഞില്ലേ? Next heading, various forms of the equation of a line. Equation of a line. എഴുതിക്കോളാം. ഹൊറിസോണ്ടൽ ആൻഡ് വേർട്ടിക്കൽ ലൈൻസ് സബ് ഹെഡിങ് ആണ്. ഹൊറിസോണ്ടൽ ആൻഡ് വേർട്ടിക്കൽ ലൈൻസ്. Horizontal and vertical lines. If a horizontal line capital L, if a horizontal line capital L is at a distance, if a horizontal line capital L is at a distance small letter a, small a from the x-axis, if a horizontal line capital L is at a distance small a from the x-axis, then the equation of the line capital L, then the equation of the line capital L is either y is equal to a or y is equal to minus a. Y is equal to a or y is equal to minus a. Next line, if a vertical line is at a distance b, small letter b, from the y-axis, then either x equal b or x equal minus b. X equal b or x equal minus b. Suppose ഒരു vertical line, ഇത് നമ്മുടെ x and y axis ആണ്. Okay, ഒരു vertical line നമ്മൾ വരയ്ക്കുകയാണ്. ഇത് x ആക്സിസിൽ നിന്നും a ഡിസ്റ്റൻസ് മാറിയാണ്. പോസിറ്റീവ് x ആക്സിസിലാണ്. അങ്ങനെയാണെങ്കിൽ ഈ ലൈനിന്റെ ഇക്വേഷൻ എന്തായിരിക്കും? എഴുതി വെച്ചിട്ടുണ്ടല്ലോ, y ഈക്വൽ a ആയിരിക്കും. ഓക്കെ, ഒരു ലൈൻ എക്സ് ആക്സിസിൽ നിന്നും a ഡിസ്റ്റൻസ് അകലെയാണെങ്കിൽ, പോസിറ്റീവ് ഡയറക്ഷനിലാണെങ്കിൽ y ഈസ് ഈക്വൽ ടു a ആയിരിക്കും. അതേസമയം നെഗറ്റീവ് ഡയറക്ഷനിലാണെങ്കിൽ y ഈക്വൽ മൈനസ് a ആയിരിക്കും. ഓക്കെ, ഇനി സപ്പോസ് ഒരു വെർട്ടിക്കൽ ലൈൻ ഉണ്ട്. ഈ വെർട്ടിക്കൽ ലൈനിന്റെ ഡിസ്റ്റൻസ് b ആണെങ്കിൽ എന്ത് പറയാം? x ഈക്വൽ b ആയിരിക്കും. സോറി, ഇവിടെ മൈനസ് b ആയിരിക്കും. ഈ സൈഡിലാണെങ്കിൽ x ഈക്വൽ ടു b ആയിരിക്കും. കിട്ടിയോ വിമൽ? ഇത് വേണമെങ്കിൽ ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചു. വരച്ചോ? അത് വേണമെങ്കിൽ നിങ്ങൾ സെപ്പറേറ്റ് 2 ഗ്രാഫ് ആക്കി വരച്ചു. ഞാൻ രണ്ടും കൂടെ ക്ലബ് ചെയ്ത് ഒരൊറ്റ ഇതിലാക്കി വരച്ചു എന്നേ ഉള്ളൂ.
കഴിഞ്ഞോ? നെക്സ്റ്റ് ഹെഡിങ് പോയിന്റ് സ്ലോപ്പ് ഫോം. പോയിന്റ് സ്ലോപ്പ് ഫോം. Point slope form. Suppose P naught x naught comma y naught, P naught is a fixed point on a line capital L, on a line capital L, on a line capital L whose slope is m, whose slope is m. Suppose P naught x naught y naught is a fixed point on a line L whose slope is m. Then the equation of the line, capital L is given by y minus y naught equal m into x minus x naught. Y minus y naught equal m into x minus x naught. Suppose P naught x naught y naught is a fixed point. Suppose P naught x naught y naught is a fixed point on a line capital L, whose slope is m, then the equation of the line, capital L is given by, y minus y naught L. Then the equation of the line capital L is given by y minus y naught equal m into x minus x naught. ഇതാണ് പോയിന്റ് സ്ലോപ്പ് ഫോം. അതായത് നമ്മുടെ ഒരു ലൈനിന്റെ ഇക്വേഷൻ എങ്ങനെയൊക്കെ കണ്ടുപിടിക്കാം, പല ഫോംസ് ആണ് നമ്മൾ പഠിക്കുന്നത് അല്ലെ. ഇപ്പൊ ആദ്യം നമ്മൾ പഠിച്ചത് എന്താ, നമ്മുടെ ഒരു ഹൊറിസോണ്ടൽ ലൈൻ ഉണ്ട്. ആ ലൈൻ എന്ന് പറയുന്നത് എക്സ് ആക്സിസിൽ നിന്നും a യൂണിറ്റ്സ് അകലെയാണെങ്കിൽ ആ ഇക്വേഷൻ എന്തായിരിക്കും? either y is equal to a ആയിരിക്കും, അല്ലെങ്കിൽ y is equal to minus a ആയിരിക്കും. ഇനി suppose there is a vertical line which is distant at b units from y axis. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും? x is equal to minus b അല്ലെങ്കിൽ x is equal to b ആയിരിക്കും. ഇതാണ് ഫസ്റ്റ് നമ്മൾ പഠിച്ചത്. പിന്നെ പഠിച്ചതോ പോയിന്റ് സ്ലോപ്പ് ഫോം എന്ന് പറഞ്ഞാൽ എന്താ? ആ ലൈനിലെ ഒരു പോയിന്റ്, അതാണ് നമ്മുടെ x naught y naught. ആ ലൈനിന്റെ സ്ലോപ്പ് ആണ് m. എക്സ് വൈ ആർബിട്രറി ആണ്, എക്സ് വൈ എന്ന് തന്നെ എടുക്കാം. അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ ഇസ് ഗിവൺ ബൈ y മൈനസ് y naught ഈക്വൽ m into x minus x naught. ഇത്രയേ ഉള്ളൂ. ഇനി നെക്സ്റ്റ് 2.4. 2.4 2.4. Let the line capital L, passes through, two given points. Let the line capital L passes through two given points, capital P1 x1 comma y1 and capital P2 x2 comma y2.
Let the line capital L passes through two given points P1 and P2, and let capital P xy be a general point on L. Let capital P xy be a general point on capital L. Then the equation of the line L is given by y minus y1 equal y2 minus y1 by x2 minus x1 into x minus x1. Y minus y1 equal y2 minus y1 by x2 minus x1 into x minus x1. കഴിഞ്ഞോ? Next heading, slope intercept form. എഴുതിയില്ലായിരുന്നോ? ഇതും കൂടെ എഴുതിക്കോ. Slope intercept form. Let capital L be a line having slope m. Let capital L be a line having slope m and y-intercept c. Then the equation of the line is given by y is equal to mx plus c. Next line. Let capital L be a line with slope m and x-intercept d. Small letter d. Then the equation of the line L is given by y is equal to m into x minus d. അടുത്ത ക്ലാസ്സിൽ വരുമ്പോഴത്തേക്കും ഒരു ഫോം കൂടി ഉണ്ട്, ഇന്റർസെപ്റ്റ് ഫോമും കൂടി ഉണ്ട്. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം കേട്ടോ. അടുത്ത ക്ലാസ്സിൽ വരുമ്പോഴത്തേക്കും ഇക്വേഷൻസ് പഠിച്ചിട്ട് വരണം. ഇക്വേഷൻസ് പഠിച്ചാലാണ് നമുക്ക് പ്രോബ്ലംസ് ചെയ്യാൻ പറ്റുള്ളൂ. അതിനകത്ത് കുറച്ചധികം ഇക്വേഷൻസ് വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, താങ്ക് യു.